കെ മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പാല സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി പാലായിലെ മാണിയുടെ വസതിയിൽ നിന്ന് ശ്യാം ദേവരാജും സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ജി ശ്രീജിത്തും ചേരുന്നു. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, 3 മണിക്ക് ശേഷമാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. എപ്പോഴായിരിക്കും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുക? ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ശ്യാം, കേൾക്കാമോ? കേൾക്കാം. അന്തരിച്ച മുതിർന്ന രാഷ്ട്രീയ നേതാവ് കെ മാണിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. വീട്ടിൽ സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് കെ മാണിയുടെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. ഇതിനൊപ്പമാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനൊപ്പമാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. പാലാ അധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. വൈദികർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബങ്ങളെല്ലാം മൃതദേഹത്തിന് സമീപമുണ്ട്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് MLA ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിനൊപ്പമുള്ളത്. വളരെ വലിയൊരു ജനക്കൂട്ടം കെ മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അന്തിമോപചാരം ഇനി അർപ്പിക്കാനുള്ള വീട്ടിൽ വന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇനി കഴിയില്ല. 2 മണിയോടുകൂടിയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. 1 മണിക്കൂർ നീണ്ടു നിൽക്കും. 3 മണിയോടുകൂടി വിലാപയാത്ര ആരംഭിക്കുന്ന നഗരികാണിക്കൽ ചടങ്ങാണത്. പാല നഗരത്തിന്റെ വിവിധ മേഖലകളിലൂടെയാവും ഈ നഗരികാണിക്കൽ ചടങ്ങ് മുന്നോട്ട് പോവുക. ഇത് സെന്റ് തോമസ് കത്തീഡ്രൽ അവസാനിക്കും. അതിനുശേഷം അവിടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ. അത് സെമിത്തേരിയിലാണ് നടക്കുന്നത്. ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ് നടക്കുന്നത്. ഇതിനുശേഷമാകും പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ എല്ലാം പങ്കെടുക്കുന്ന അനുശോചന യോഗം ചേരുന്നത്. ഇത് വൈകുന്നേരത്തോടുകൂടിയാവും. എന്തായാലും ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ശ്യാം ദേവരാജാണ് നൽകുന്നത്. കെ മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ വീട്ടിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. തത്സമയ സംരക്ഷണമാണ് വിളിച്ചോതുന്ന വലിയൊരു ജനവികാരമാണ് വാസ്തവത്തില് കേരളം മുഴുവനും, എറണാകുളം ജില്ലയിലും വിശിഷ്യ കോട്ടയം ജില്ലയിലും പ്രത്യേകിച്ച് പാലായിലും നമ്മൾ കാണുന്നത്. അച്ഛൻ മരിച്ചുപോയ മക്കളുടെ ദുഃഖമാണ് പാലക്കാർക്ക് എല്ലാവർക്കും. അത് മണിസാറിനോടുള്ള ഈ രാഷ്ട്രീയ തറവാടിനോടുള്ള നമ്മളുടെ എല്ലാവരുടെയും വലിയ ആദരവിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഇവിടെ ഈ തറവാട്ടിൽ പാലായിൽ വെച്ച് നമ്മൾ നടത്തുമ്പോൾ മണിസാറിന് അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉമ്മ പോലെയാണത് എന്ന് ഞാൻ കരുതുകയാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നത്. മണിസാറ് വർത്തമാന അവസരങ്ങളിലൊക്കെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിതാവേ, ആകാശമോക്ഷത്തിൽ പോകുവാൻ എന്തെങ്കിലും ഇനി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കത്തോലിക്ക സഭയുടെ ഒരു സംക്ഷിപ്ത വേദപാഠമാണ് സാറ് ആ ചോദ്യത്തിലൂടെ ഉണർത്തിയത്. ആകാശമോക്ഷം സാറിന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ വലിയ ഒരു ചിന്തയായിരുന്നു എന്ന് പലപ്പോഴും എന്നോട്. കെ മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ അല്പസമയത്തിനകം ആരംഭിക്കും. പാല സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ ആണുള്ളത്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാട് കാണിക്കൽ ഉണ്ടാകും. അതിനുശേഷമാണ് പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇപ്പോൾ പള്ളിയിൽ നിന്നും
ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്നും ജി ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നാടുകാണിക്കൽ നടന്ന് അതിനുശേഷമായിരിക്കും മൃതദേഹം പള്ളിയിലേക്ക് എത്തിക്കുക. നേരത്തെ നിശ്ചയിച്ച സമയത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമോ അതോ നീണ്ടുപോകാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, കുറച്ച് വൈകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങ് എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 3 മണിക്ക് മാത്രമായിരിക്കും ശുശ്രൂഷ ചടങ്ങുകൾ വീട്ടിലേത് പൂർത്തിയാകുക. 3 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ കത്തീഡ്രലിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷമാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ സെന്റ് ജോസഫ് കത്തീഡ്രലിന്റെ പള്ളി സെമിത്തേരി ഒരുങ്ങിക്കഴിഞ്ഞു. KM മാണി ഇനി അന്ത്യവിശ്രമം കൊള്ളുക ഈ കല്ലറയിലായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പുഷ്പങ്ങളും മറ്റും വെച്ചുകൊണ്ട് വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇതിനകം തന്നെ ഇവിടേക്ക് ആളുകൾ എത്താനും തുടങ്ങിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു സെമിത്തേരിയാണ്. അവിടെ ആളുകൾക്ക് വന്നു നിന്ന് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. 3 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക്. വിലാപയാത്രയായി വരുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വളരെ പതുക്കെയായിരിക്കും ഒരു വിലാപയാത്ര എത്താനും സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വൈകാനുള്ള സാധ്യത ഉണ്ട്. പള്ളിയിലെത്തി ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അതിന് തൊട്ടടുത്തുള്ള ഈ സെമിത്തേരിയിലേക്ക് മൃതദേഹം കൊണ്ടുവരിക. ഇവിടെയും ചെറിയ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും നിരവധി പേർ ഇതിനകം തന്നെ KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അവരൊക്കെ തന്നെയും ഈ സംസ്കാര ചടങ്ങിനും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ എത്തിയ അത്രയും ആളുകൾക്ക് ഇവിടെ തിങ്ങിക്കൂടാനുള്ള ഒരു വിശാലമായ സെമിത്തേരി ആണെങ്കിൽ പോലും അതിന് ചിലപ്പോൾ സാധിച്ചേക്കില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായിരിക്കും ഇവിടേക്ക് കൂടുതൽ കാര്യമായ പ്രവേശനം ഉണ്ടാകുക. എന്തായാലും നിരവധി പ്രമുഖർ ഇവിടേക്ക് എത്തിച്ചേരാൻ സംസ്കാര ചടങ്ങിലും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ ഈ കല്ലറയിലെയും സെമിത്തേരിയിലെയും പള്ളിയിലെയും ഒക്കെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. KM മാണി ഈ നാടിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനി ഓർമ്മയാകുകയാണ് KM മാണി. അതിന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കല്ലറയിലേക്ക് എത്തിക്കും. ശരി, തുടരുക ശ്രീജിത്ത്. ഇപ്പോൾ ശ്യാം ദേവരാജ് വീണ്ടും പാലായിലെ മാണിയുടെ വസതിയിൽ നിന്നും ചേരുകയാണ്. ശ്യാം, രാവിലെ 6 മണിക്ക് ശേഷം മാത്രമാണ് മൃതദേഹം വിലാപയാത്ര അവിടെ എത്തിച്ചേർന്നത്, പാലായിലെ വസതിയിൽ എത്തിച്ചേർന്നത്. ഏതാണ്ട് 8 മണിക്കൂർ മാത്രമാണ് അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നത്. വലിയ തിരക്ക് ഈ സമയങ്ങളിലൊക്കെയും അനുഭവപ്പെട്ടിരുന്നു. ഇനിയും ആളുകളുടെ നിരയുണ്ടോ? ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഇനിയും ആളുകൾക്ക് മൃതദേഹം കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുമോ? 2 മണിയോടുകൂടി പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പാർട്ടി നേതാക്കൾ, കേരള കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിന് നേതൃത്വം നിയന്ത്രിക്കുന്ന ആളുകൾ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ അത് ആ 2 മണിയോട് അടുക്കുമ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും KM മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വളരെ വലിയ രീതിയിലുള്ള തിക്കും തിരക്കും ഉണ്ടായിരുന്നു. റീറ്റുകളുമായി അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നാൽ 2 മണിയോടുകൂടി ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു. ഇതിനു മുമ്പ് നേരത്തെ 12 അദ്ദേഹത്തിന്റെ പുതുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അണിയിക്കുക എന്ന അത്തരമൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് 1/2 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. അതിന് 12 ആരംഭിച്ച് 1 മണിക്കൂടി അവസാനിക്കുകയും അതിനുശേഷം വീണ്ടും ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം നൽകുകയും 2 മണിക്കാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചത്. 1 മണിക്കൂർ നീളുന്നതാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇതിനുശേഷം ആണ് നഗരി കാണിക്കൽ പ്രദർശനം ആരംഭിക്കുന്നത്. വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം വിലാപയാത്രയായി സെൻട്രൽ കത്തീഡ്രലിലേക്ക് കൊണ്ടുപോകും. ഇതിൽ പാലാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ഈ പ്രയാണവും. മാണിയുടെ വീട്ടിൽ പാലായിലെ വസതിയിൽ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലാ സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് ഒരുപക്ഷെ 3 മണി എന്ന നിശ്ചയിച്ച സമയത്തിൽ നിന്നും അല്പം വൈകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജി ശ്രീജിത്തും ഒപ്പം തന്നെ ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.